പതിനായിരങ്ങളുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി പുഷ്പൻ എന്ന സഹനസൂര്യൻ യാത്രയായി. സംസ്കാരം മേനപ്രയിലെ പുതുക്കുടി വീട്ടിൽ നടന്നു. മേനപ്രയിലെ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിനടുത്ത് ഇനി പുഷ്പൻ അന്ത്യവിശ്രമം കൊള്ളും. പതിനായിരങ്ങളാണ് പ്രിയ സഖാവ് പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വഴിനീളയും ഓരോ കേന്ദ്രങ്ങളിലും കാത്തുനിന്നത്. പുഷ്പൻ പഠിച്ച ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലും പുഷ്പനെ നെഞ്ചേറ്റിയ നാട്ടിലും കണ്ടത് അത്രയേറെ ജനങ്ങളെയായിരുന്നു. കണ്ടമിടറി മുദ്രാവാക്യം വിളിച്ച് മുഷ്ടി ചുരുട്ടി വാനിലുയർത്തി ഓരോ സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. പിന്നീട് പുഷ്പന്റെ സ്വന്തം വസതിയിലേക്ക് യാത്ര. വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു വീട്ടിലും. ചുവപ്പ് വളണ്ടിയർമാരുടെയും നേതാക്കളുടെയും അകമ്പടിയോടെ പുഷ്പൻ വീട്ടിൽ നിന്നും യാത്രയായി. പുഷ്പൻ തന്നെ ഒരിക്കൽ ഉദ്ഘാടനം ചെയ്ത വീടിനടുത്തുള്ള കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരകത്തിനടുത്തായിരുന്നു സഖാക്കൾ പുഷ്പന് അന്ത്യവിശ്രമമൊരുക്കിയത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, DYFI നേതാക്കൾ എല്ലാം ചേർന്നാണ് പുഷ്പന്റെ മൃതദേഹം ചിതയിലേക്കെടുത്തത്. പുഷ്പന്റെ സഹോദരപുത്രന്മാർ ചിതയ്ക്ക് തീക്കൊളുത്തി. 30 വർഷം താങ്ങും തണലുമായി നെഞ്ചേറ്റി നടന്ന പുഷ്പനെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ യാത്രയാക്കി. അന്തരീക്ഷത്തിൽ അലയടിച്ചുയർന്ന മുദ്രാവാക്യം വിളികളോടെയാണ് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് പുഷ്പനെ അവർ യാത്രയാക്കിയത്. പോരാട്ടഭൂമിയിൽ അഗ്നിയായി ജ്വലിച്ചുയർന്നവൻ പതിനായിരങ്ങളുടെ അന്ത്യാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി അഗ്നിയിലേക്ക്. മേനപ്പുറത്തു നിന്നും ക്യാമറമാൻ ഫിറോഷിനൊപ്പം PV ജോഷില.